ഇങ്ങനെ വയ്യാതാവുമ്പോ ഞാൻ തൻ്റെ അടുത്തുനിന്ന് മാറിയല്ല കിടക്കേണ്ടത്, തൻ്റെ ഒപ്പോ. വേണ്ട സച്ചേട്ടാ, എന്നെ തൊടുക പോലും വേണ്ട. എനിക്ക് സച്ചേട്ടനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. ഇനി ഞാൻ പറയണ്ടല്ലോ, സച്ചേട്ടനെല്ലാം മനസ്സിലായല്ലോ. 1-2 ദിവസം കഴിഞ്ഞാലേ ഈ ഇറിറ്റേഷനും മൂഡ് സ്വിങ്സും ഒക്കെ ഒന്ന് മാറൂ. അതാ. താനിങ്ങനെ മുഖം വെറുപ്പിച്ച് നിന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയടോ. എന്നോട് പിണങ്ങിയിരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കൂടുതൽ സംസാരിച്ചാ എനിക്ക് ദേഷ്യം വരും, അതാ മിണ്ടാതിരുന്നെ. ദേഷ്യം വരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ എനിക്കെന്നെ അറിയില്ല, എൻ്റെ കൈ വിട്ടുപോകും, ആക്രമണം കുറച്ച് കൂടുതലാവും. എന്റെ അമ്മേ, താനിപ്പോ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കില് ഇതൊന്നും അറിയാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നെ ഇത് വാങ്ങിച്ചു കൂട്ടിയാനെ. അയ്യോ, എന്റെ നാട്ടു, എന്റെ കാലൊക്കെ കഴിച്ച് പൊട്ടുക. നിങ്ങൾ ആണുങ്ങൾക്ക് എന്തൊരു സുഖ, ഒന്നും അറിയണ്ടല്ലോ. അടുത്ത ജന്മത്തിലെങ്കിലും ഒരാണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചാല് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുവേ. ഭൂമിയിൽ ആണുങ്ങൾ മാത്രമായ എന്തായിരിക്കും അവസ്ഥ? പെണ്ണുങ്ങളുണ്ടെങ്കിലേ ആണുങ്ങളും ഉള്ളൂ. ആ, ഇപ്പൊ എവിടെ വേദന? നടു ഭയങ്കര വേദനയാ. ഞാനിപ്പോ വരാം. വേദനയുണ്ട്. ഇപ്പോ ആശ്വാസം തോന്നുന്നുണ്ടോ? എന്തൊരാശ്വാസം എന്നറിയോ? പലർക്കും സ്വഭാവത്തിൽ മാറ്റം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു രൂപാന്തരം ഞാൻ ആദ്യമായിട്ട് കാണുക. എന്താണ് ഇതൊക്കെ കൊണ്ട് ചേച്ചി ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉദ്ദേശം? എന്തുദ്ദേശം? സച്ചി അർച്ചന ഇതുവരെ ഒരു കുടുംബമായിട്ട് താമസിച്ചിരുന്നില്ല എന്നുള്ളതും അവര് വേർപിരിയാൻ തീരുമാനിച്ചിരുന്നതാണെന്നുള്ളതും നിനക്കറിയാവുന്നതല്ലേ? അതിന് അപ്പോ ഞാൻ അതിനൊരു മാർഗം ഉണ്ടാക്കി. എന്നാൽ കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. എന്റെ സന്ദീപിന്റെ കാര്യത്തിൽ ഈ ശുഷ്കാന്തി ഞാൻ കാണുന്നില്ലല്ലോ. ഇപ്പോ നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ. ഇപ്പൊ എനിക്ക് വലുത് സച്ചിയുടെ അർച്ചനയുടെയും ജീവിത. അവര് സന്തോഷായിട്ടിരിക്കണം. എല്ലാത്തിനൊടുവിൽ നെല്ലിശ്ശേരിയിലെ അനന്തരാവകാശിയെ അർച്ചന പ്രസവിക്കുകയും വേണം. അത് ശരി. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി അത് നടക്കുന്നതാണെന്ന്. ആ സ്വാമി പറഞ്ഞത് ചേച്ചി മുഖവിലേക്ക് എടുത്തു എന്നർത്ഥം. ഒരു സ്വാമി പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. പിന്നെന്തിനാ ചേച്ചി സച്ചിയുടെ അർച്ചനയുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞത്? അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാവില്ല എന്നുള്ളത് പരമമായ സത്യമല്ലേ? അതെ, അത് പക്ഷെ സച്ചിക്കോ അർച്ചനയ്ക്കോ അറിയില്ലല്ലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഇന്നു മുതൽ സച്ചിയും അർച്ചനയും ഒരു ശരിയായ ഭാര്യാഭർത്തൃബന്ധം തുടങ്ങുക. കാലക്രമേണ അവർക്കൊരു കുഞ്ഞു വേണമെന്നുള്ള ആവശ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ കാത്തിരിപ്പിനൊടുവിൽ അവരെത്താൻ പോകുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റിന് മുമ്പിലാവും. അവിടെ വെച്ചാവും സച്ചി അർച്ചനയും ആ സത്യം അറിയാൻ പോകുന്നത്. അർച്ചനയൊരിക്കലും ഒരമ്മയാവില്ല എന്നുള്ള സത്യം. അവിടെ മുതല് സച്ചി അർച്ചന ദാമ്പത്യ ബന്ധത്തിൽ വിള്ളല് വീണു തുടങ്ങും. ഇതാണ് വരാൻ പോകുന്ന സ്റ്റോറി ലൈൻ. എല്ലാത്തിന്റെ അവസാനം അവര് വേർപിരിയേ ഉള്ളൂ. അതെ, വേർപിരിയും. അർച്ചന ഇവിടുന്ന് പോവുകയും ചെയ്യും. അതാണ് എന്റെ ഈ മാനസാന്തരം കൊണ്ട് എനിക്ക് നിനക്കുള്ള ലാഭം. അതായത് അവന്തികയുടെ നല്ല പിള്ള ചമയൽ സച്ചിയെ അർച്ചനയെ ഒന്നിക്കാനല്ല, അടിച്ചു പിരിക്കാനാണെന്നർത്ഥം. അത് തന്നെ.
ലക്ഷ്യവും ഇന്റൻഷനും എല്ലാം പഴയത് തന്നെ. പഴയ ട്രാക്ക് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഞാൻ വഴിയൊന്ന് മാറ്റിവിട്ടേന്നേ ഉള്ളൂ. വാശിയിൽ നേടാനാവാത്തത് സ്നേഹത്തിലും കാരുണ്യത്തിലും നേടും ഞാൻ. പ്രതിസന്ധികളിൽ തളരാത്ത മനുഷ്യർ കാണില്ലെന്നാ പറയാറ്. എന്നാലേ അവന്തിക അങ്ങനല്ല. പ്രതിസന്ധികളിൽ കൂടുതൽ ഉയരുന്നതല്ലാതെ തകരുകയില്ല, തളരുകയില്ല. അല്ലെങ്കിലും ചേച്ചി ഒരു പാവമായ കൊള്ളില്ല. തന്റെ ഇടവും വാശിയില്ലാത്ത അവന്തികയെ ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. അല്ല, ചേച്ചിയുടെ പ്ലാനൊക്കെ ഓക്കെ. അതിന് നല്ലവളായി മാറാൻ പോവാണെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ അഭിനയിച്ചത് എന്തിനായിരുന്നു? ശരിക്കും പറഞ്ഞ വെറുതെ ഒരു റിഹേഴ്സൽ. എന്റെ പെട്ടെന്നുള്ള മാറ്റം എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്നറിയാനുള്ളൊരു ആകാംക്ഷ, അത്രേ ഉള്ളൂ. പിന്നെ മാറാൻ, അതും അവന്തിക മാറും ഒരു ദിവസം. ഈ വീട്ടിലെ എല്ലാത്തിന്റെയും അവസാനം കണ്ട ശേഷം അന്ന് ആ മാറ്റം. എല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമെങ്കിൽ അവന്തികയുടെ ജീവൻ പോണം. ജീവനുള്ളിടത്തോളം കാലം ആരെയും ഭയക്കാതെ എല്ലാവരെയും ഭയപ്പെടുത്തി ജീവിക്കും ഞാൻ. ആഹാ, മേഡം എണീറ്റോ? നേരെ ഒരുപാടായോ സച്ചേട്ടാ? 9 മണിയായി. അയ്യോ, താൻ എണീക്കണ്ട, കിടന്നോ? ഏയ്, ഇനി കിടന്നാലും എനിക്ക് ഓർക്കൊന്നും വരില്ല. എങ്കിലേ താൻ ആ ചായ എടുത്തു കുടിക്കേ. അർച്ചന, ആ അല്ലെങ്കിൽ വേണ്ട, താൻ ഇവിടെ ഇരിക്കേ. എന്നും താനല്ലേ എനിക്ക് എടുത്തു തരുന്നേ, ഇന്നേ ഞാൻ എടുത്തു തരാം. താങ്ക് യു സച്ചേട്ടൻ. സച്ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? ഞാൻ എപ്പോഴേ കുടിച്ചു. സോറി സച്ചേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ. അല്ലെങ്കിൽ ഞാനിന്ന് ലീവ് എടുത്താലോ? എന്തിന്? തനിക്ക് വയ്യാതിരിക്കല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സച്ചേട്ടൻ പോയിക്കോ. താനെന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ ഞാൻ കാരണം സച്ചേട്ടന്റെ ഉറക്കം പോയല്ലേ? അത് സാരമില്ലടോ. കഴിഞ്ഞ 6-7 മാസം തനിക്കിതുപോലെ പെയിൻ വന്നപ്പോ ഞാൻ അറിഞ്ഞ പോലും ഇല്ലല്ലോ. ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആരോടും പറയാനാവാതെ താൻ വേദന സഹിക്കുമ്പോ ഒന്നും അറിയാതെ ഞാൻ അപ്പുറത്ത് ഉറങ്ങായിരുന്നില്ലേ? ഇനി എന്തായാലോചന? എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. പിന്നെ സച്ചേട്ടൻ സ്നേഹിച്ച ആ പെൺകുട്ടിയെക്കുറിച്ചും. എത്ര വലിയൊരു ജീവിത ആ കുട്ടി കൈവിട്ട് കളഞ്ഞത്. അതിലൊന്നും കാര്യമില്ലടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അവക്ക് എന്നെക്കാൾ നല്ലൊരു ഭർത്താവിനെയാവും ചിലപ്പോൾ കിട്ടുക. ഏത് തരത്തിൽ നോക്കിയാലും അത് നടക്കാത്തത് നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടില്ലായിരുന്നല്ലോ. അതിപ്പോ എനിക്കും തോന്നുന്നുണ്ട്. അതല്ലേ ഞാൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നേ. മുമ്പായിരുന്നെങ്കിൽ അവളുടെ കാര്യം പറയുമ്പോ തന്നെ കരഞ്ഞു തുടങ്ങും. പിന്നെ കരഞ്ഞ അലമ്പായി എന്തെല്ലാം. ഇപ്പൊ എന്താ വിഷമൊന്നും ഇല്ലാത്ത? ആ വിഷമം
ഈ ഇരിക്കുന്ന സ്നേഹം കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ സ്നേഹത്തിനിടയ്ക്ക് എപ്പോഴാ സങ്കടങ്ങൾ ഓർക്കുന്ന സമയം? ചായ ബാക്കിയുണ്ട്, കുടിച്ചേ. എനിക്ക് മതി. ആ ആ താനിങ്ങനെ ചത്തുകുത്തിയിരിക്കാതെ എണീറ്റേ, ഒരുമാതിരി നിത്യരോഗികളെ പോലെ. ആ എഴുന്നേറ്റെ. എഴുന്നേക്ക്. ആ ആ കണ്ടോ, മുഖം ഇരിക്കുന്ന കണ്ടോ? 10 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നിട്ട് വന്ന പോലുണ്ട്. ദേ ഈ മുടിയൊക്കെ നോക്കിയേ. വാ താനിരിക്കും. ഇന്നലെ എന്തോ കുഞ്ഞിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആ പറഞ്ഞു. വേഗം അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടേ? ആ 2 തവണ മുടങ്ങിയ ആദ്യ രാത്രി ഇനി നല്ലപോലെ പ്ലാൻ ചെയ്ത് തീരുമാനിക്കാം നമുക്ക്. ആ നമ്മുടെ ശാന്തി മുഹൂർത്തം ഇതിൽ നല്ല രീതിയിൽ നടത്തണം നമുക്ക്. ശാന്തി മുഹൂർത്തം? ആ അങ്ങനൊക്കെ പറയും കുട്ടി. ആ അതെ, ഇവിടെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നിന്നാ പോരാ, ഓഫീസിൽ പോണം. ആ ദാ എണീറ്റേ, എന്റെ മോള് വേഗം ചെന്ന് ഫ്രഷായേ. ചെല്ല്. ദാ വേഗം. ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാവേ. അതുവരെ ഇവിടെ തന്നെ നിൽക്കണം, ഓടിച്ചാടി ഓഫീസിൽ പോവല്ലേ. ഓക്കെ, ഉത്തരവ്. അമ്ലേച്ചി, ഞാൻ റൂമിലേക്ക് പോവാണേ. നമസ്കാരം. ആരാ? ഞാനിവിടുത്തെ അവന്തിക മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാ. വരൂ. ആ ഇവിടെ ഇരിക്കൂ. അനക്കേ, ഏട്ടത്തെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇരിക്ക, ഇപ്പൊ വരും. അമ്പിളി ചേച്ചി, ഒരു ചായ എടുക്കോ, ഗസ്റ്റ് ഉണ്ട്. ശരി അർച്ചന കുഞ്ഞ്. ഇരിക്കൂട്ടോ, ഇപ്പൊ വരും. നിങ്ങളാണോ ചേച്ചിയെ കാണാൻ വന്നേ? അതെ. ചേച്ചി ഇവിടെ ഇല്ല. സാറില് വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ പേരെന്താ?
നമ്മുടെ രണ്ടുപേരുടെയോ? കോമഡി ആണല്ലോ. കോമഡിയല്ല, കാര്യം പറഞ്ഞതാ. ഈ നമ്മളെന്ന് പറയുമ്പോഴേ നമ്മൾ രണ്ടുപേരും ഉൾപ്പെടുമല്ലോ. ഓ അങ്ങനെ. അങ്ങനെ. ഇയാളുടെ പേരെന്താന്നാ ചോദിച്ചേ? അനഘ. ഇവിടുത്തെ അവന്തിക ചേച്ചിയുടെ അനിയത്തിയ. ആണോ? അപ്പൊ ഇവളാണ് സന്ദീപിനെ വളയ്ക്കാൻ നടക്കുന്നവള്. ഇവളൊന്ന് വളച്ചൊടിച്ചാലോ? ഹായ് അനഘ, നൈസ് ടു മീറ്റ് യു. എന്റെ പേര് അജയ്, അവന്തിക മേഡത്തിന്റെ ഫ്രണ്ടാ. ഓ, നീയാണോ ആ വൃന്ദാവനത്തിൽ ആതിരെ വിവാഹം കഴിക്കാൻ വന്നവൻ? അതെ, ആ വന്നവൻ ഞാനാ. അപ്പൊ ഏട്ടത്തിയോടൊന്നും സംസാരിച്ചില്ലേ? ഏട്ടത്തിയോ? ഏതേട്ടത്തി? അർച്ചനേട്ടത്തി. അർച്ചനേട്ടത്തിയാണ് നിങ്ങൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. ആ അർച്ചനയാണ് ആതിരയുടെ ചേച്ചി. ഓ ആണോ? അതെ. എങ്ങനെ പോകുന്നു നിന്റെ പ്രേമോ വിവാഹാലോചനയൊക്കെ? അടുത്ത കാലത്ത് എങ്ങനെ നടക്കുമോ? എത്ര ശ്രമിച്ചിട്ടും പിടി തരുന്നില്ല പെണ്ണ്. പിന്നെ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. അവന്തിക മേഡം പറഞ്ഞതുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്നേ ഉള്ളൂ. അല്ല, അനക്കയുടെ വിവാഹം കഴിഞ്ഞതാണോ? എന്തിനാ? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ. ഇല്ല, ഉടനെ കഴിയും. അവന്തിക മേഡത്തിനെ പോലെ തന്നെ പാവമാണല്ലോ അനിയത്തിയും. അല്ല, പാവം അല്ല. എന്റെ ചേച്ചി പാവമാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഓ എനിക്കറിയാം, പഞ്ചപാവ. അത് വൈകാതെ നിനക്ക് മനസ്സിലായിക്കോളും. എന്തോ കുത്തിപ്പറയുന്ന പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നെത്താൻ ഇവിടെ ഇരിക്കേ. ചേച്ചി വരുമ്പോ കണ്ടിട്ട് പോയിക്കോ. പോകുവാണോ? അല്ല, ഇയാളുടെ ചേച്ചി വരുന്നവരെ നമുക്കെന്തെങ്കിലും പറഞ്ഞു ചിരിക്കായിരുന്നു. എന്ത് പറഞ്ഞു ചിരിക്കാൻ? എന്തെങ്കിലുമൊക്കെ. നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ, എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ടാവും? എനിക്കൊന്നും പറയാനില്ല. ഒറ്റയ്ക്ക് കോമഡി പറഞ്ഞു കഴിഞ്ഞ് ചിരി വരികയാണെങ്കിൽ ദേ അപ്പുറത്ത് മാറി എന്ന് ചിരിച്ചോ. നല്ല ഹ്യൂമർ സെൻസ്. നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഡോഡോഡോ, ഇയാളുടെ ഇമാതിരി നമ്പറൊക്കെ കൈ വെച്ചാ മതി. യു നോക്കിയേ, ദേഷ്യം വരുമ്പോ എന്ത് രസാ കാണാൻ. ഓ, ഇവിടെ വന്ന് വായി നോക്കാതെ എത്രയും പെട്ടെന്ന് ആതിരെ കെട്ടിയെടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോണം. അതിനാ പെണ്ണോട് സമ്മതിക്കണ്ടേ? നിങ്ങളുടെ കുടുംബത്തിലെ ആ സന്ദീപ് എന്ന് പറയുന്ന ആ കൊഞ്ഞാണനുമായിട്ട് അവള് ലപ്പാണെന്ന്. ഓ, ആ വേട്ടാവളിയനല്ലാതെ അവള് വേറെ ആരും കെട്ടില്ലെന്ന് പറഞ്ഞ് ഒറ്റക്കാലി നിൽപ്പാ. അനക്ക വെറുതെ ഇനിയും അവന്റെ പുറകെ നടന്ന് ഉള്ള വില കളയാതെ അവന് പകരം മറ്റൊരാളെ കണ്ടുപിടിക്കേ. നമ്മുടെ കാര്യം തരുന്ന ആലോചിച്ച് നോക്കിയേ. ഞാനും താനും നമുക്കിഷ്ടമില്ലാത്ത രണ്ടുപേര് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ആ, നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൂടെ നമുക്ക്. അവനെങ്ങ് മറന്നാളാ. ഇനി ഒരു അക്ഷരം ഇന്ത്യ ശവമായിട്ടായിരിക്കും നീ വീട്ടിൽ നിന്ന് പുറത്തു പോവുക. എന്റെ സന്ദീപിനെ കുറിച്ച് വല്ല മോശമായിട്ട് പറഞ്ഞോണ്ടല്ലോ. അവന്റെ ഒരു ഒലിപ്പീരും കൊണ്ട് വന്നേക്കുന്നു. ഒന്ന് പോകുമ്പോ അടുത്തത്. ഇതെന്തോന്ന് ലേഡീസ് ഹോസ്റ്റലാ? ആരാ? ഞാൻ അജയൻ. അവന്തിക മേഡത്തിനെ കാണാൻ വന്നതാ. പുള്ളിക്കാരി പുറത്തു പോയിരിക്കാം, ഞാൻ വെയിറ്റ് ചെയ്യുക. യുവർ ഗുഡ് നെയിം പ്ലീസ്? സ്നേഹ. സ്നേഹ, നല്ല പേര്. ഇവിടത്തെ ഒരാളാ. നല്ല ഭംഗിയുള്ള മുഖം. ഇങ്ങനൊരാളെ ഞാൻ എവിടെയോ കിട്ടി. ശോഭന. ആ, സിനിമാ നടി ശോഭനയുടെ മുഖച്ചായ തനിക്കുണ്ട്. അതും തേന്മായും കുമ്പത്തിൽ അതേ ഫേസ് കട്ട്. ഓ,
ശോഭന തന്നെ. ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ ചേട്ടനെയും കൂടെ ചേർത്തിപ്പോ 100ാമത്തെ പേരാ പറയുന്നത്. ഇവിടെ അടുത്ത് എന്ത് പരിപാടി നടത്തിയാലും എന്റെ ഫിഗർ ഷോയും നടത്താറുണ്ട്. ശോഭന തന്നെയാ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇന്നാളൊരു ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോണ്ട് കുറെ ആൾക്കാർ വന്നിരുന്നു. അവർക്ക് ശോഭന തന്നെ വേണോന്ന്. ഞാൻ അധികം ഫേസ് കട്ടാണല്ലോ. അതെ അതെ. നമുക്കിതിനൊക്കെ എവിടെന്നാ നേരം? ഞാനേ പറ്റില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞു. ഓ നന്നായി. ഹലോ, അല്ല ശോഭനയോ? നീ കാര്യം പറവണേ. ഇവളിത് ഏത് ശോഭനയുടെ കാര്യമാണോ പറഞ്ഞത്? ഇനി ഞാനറിയാത്ത വേറെ ശോഭനയുണ്ടോ സിനിമയില്? എന്നെ ആക്കിയതാണോ?